ടോൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇനി ചരിത്ര സ്പന്ദനം അറിയാം. ദേശത്തിന്റെ കഥാകാരൻ എസ്.കെ. പൊറ്റക്കാടും വിമർശന ശാഖയിലെ കുലപതി സുകുമാർ അഴീക്കോടും തമ്മിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടം കേരളം മറക്കില്ല. സംസ്ഥാനം ശ്വാസമടക്കി പിടിച്ച് വീക്ഷിച്ച ആ മത്സരത്തിൽ വിജയം എസ്.കെ. പൊറ്റക്കാടിന് ഒപ്പമായിരുന്നു. വർഷം 1962. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം. രംഗം അന്നത്തെ തലശ്ശേരി മണ്ഡലം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സാക്ഷാൽ സുകുമാർ അഴീക്കോട്. കെ.ടി. സുകുമാരൻ എന്ന പേരിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയത്. എതിരിടാൻ കമ്മ്യൂണിസ്റ്റ് മുന്നണി പരീക്ഷിച്ചത് സ്വതന്ത്രതന്ത്രം. എസ്.കെ. പൊറ്റക്കാട് സ്ഥാനാർത്ഥിയായി. മലയാള സാഹിത്യലോകത്തെ 2 ധ്രുവ നക്ഷത്രങ്ങളുടെ പോരാട്ടം. തലശ്ശേരി ഇളകി മറിഞ്ഞു. പക്ഷേ പെട്ടി തുറന്നപ്പോൾ 64,950 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ എസ്.കെ. പാർലമെന്റിലെത്തി. ആകെ പോൾ ചെയ്തതിൽ 2,16,836 വോട്ടുകൾ പൊറ്റക്കാടിന് അനുകൂലം. സുകുമാർ അഴീക്കോടിന് കിട്ടിയത് 1,51,886 വോട്ടുകൾ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചത് 27 എംപിമാരാണ്. കോൺഗ്രസ് ആകട്ടെ 371 എംപിമാരുടെ കരുത്തുമായി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് അധികാരത്തിൽ തുടർന്നു. തന്റെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ കുരുമുളക് എന്ന കൃതിയിൽ എസ്.കെ. പൊറ്റക്കാട് വിവരിക്കുന്നുണ്ട്. മുൻപ് 1957 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എസ്.കെ. പൊറ്റക്കാട് ജനഹിതമറിയാൻ തലശ്ശേരിയിൽ ഇറങ്ങിയിരുന്നു. അന്ന് പക്ഷേ കാലിടറി. കോൺഗ്രസിലെ എം.കെ. ജിനചന്ദ്രനോട് 1000-ൽ പരം വോട്ടുകൾക്ക് തോറ്റു. കാലം എത്ര കഴിഞ്ഞാലും എസ്.കെയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ സാഹിത്യപ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി നല്ല പഞ്ച് ഡയലോഗിലേക്ക് പോകാം.